വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കുഞ്ഞൂസ് വ്ലോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കുറച്ച് ഇറച്ചിച്ചോറാണ്. അതിന് വേണ്ടി നമ്മൾ കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. നമ്മൾ ചെറുതായിട്ട് തന്നെ സവാള അരിഞ്ഞെടുക്കാം കേട്ടോ. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത്രയും ചതച്ച് അതിലേക്ക് ഇടാം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി കൂടി നമുക്ക് വഴറ്റിയെടുക്കണം. അപ്പോൾ തക്കാളി വേവിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് മല്ലിപ്പൊടി 1 സ്പൂണാണ് ഞാൻ ചേർത്തേക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ആവശ്യത്തിനുള്ള മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി നമുക്ക് ആവശ്യത്തിന് ഗരം മസാല, അതായത് മസാല പൊടിച്ചത് കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതുകൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ബീഫിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്, അതുകൊണ്ട് ബീഫ് ഇട്ട് കൊടുക്കുകയാണ്. ഈ ഒരു ടൈമിൽ നമ്മൾ ഉപ്പൊക്കെ നോക്കുക. അതിന് ശേഷം നമ്മളിപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളി എല്ലാം ചതച്ചെടുത്ത ആ പാത്രത്തിൽ കുറച്ച് വെള്ളം ഊറ്റിയിട്ട് നമ്മൾ കുക്കർ മൂടി വിസിലടുപ്പിച്ച് വേവിക്കാം. ഒരു 5 വിസിൽ അടിച്ചു കഴിയുമ്പോൾ അത് വെന്ത് കിട്ടും. അതിന് ശേഷം ബാക്കി നമുക്ക് കാണാം. നമ്മുടെ ബീഫ് നമ്മളിവിടെ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. പിന്നെ ഇവിടെ നമുക്ക് കറക്റ്റ് വിസിൽ അടിച്ച് കറക്റ്റ് വെള്ളം പറ്റിയിരിക്കുന്നതുകൊണ്ട് ഇനി വെള്ളം അളന്ന് ഊറ്റാനൊന്നുമില്ല. അല്ലെങ്കിൽ നിങ്ങൾ ആ വെള്ളം കൂടി ഉൾപ്പെടുത്തിയാണ് നമുക്ക് ഈ അരി ഇതിലേക്ക് ഇടണ്ടേ കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ഡയറക്റ്റ് ഞാൻ അരി ഇട്ട് കൊടുക്കുകയാണ്. അരി ഓൾറെഡി നമ്മൾ കുതിർത്തി വെച്ചതാണ്. ഇതുകൂടി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് 2 ഗ്ലാസ് അരിയാണ് നമ്മൾ എടുത്തേക്കണേ. 4 ഗ്ലാസ് വെള്ളം, അതാണ് ഇതിൻ്റെ കറക്റ്റ്. അതും വെള്ളം ഒഴിച്ചിട്ട് ഒറ്റ വിസിലടിപ്പിക്കുക. ഒറ്റ വിസിലടിപ്പിച്ച് നമുക്കത് വാങ്ങണം. അതിന് മുന്നേ ഇതിലേക്ക് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള മല്ലിയില, ഈ മല്ലിയിലയും ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ചതച്ചതുമാണ് ഇതിൻ്റെ ടേസ്റ്റ് കൂടുതൽ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ മല്ലിയില കൂടി ഇട്ടിട്ട് നമുക്ക് കുക്കർ അടച്ച് ഒറ്റ വിസിലടിപ്പിച്ച് വേവിച്ചെടുക്കാം. നമ്മൾ വിസിലടിപ്പിച്ച് വാങ്ങി ഇട്ടെടുത്തിട്ടുണ്ട്. നമ്മുടെ ഇറച്ചിച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കത് ജസ്റ്റ് ഇതുപോലെ ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്ത് ഇറച്ചി മേളിൽ വരണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ രീതിയിലാണ് നമ്മുടെ ഇറച്ചിച്ചോറ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല അടിപൊളി ടേസ്റ്റിൽ നമുക്ക് പെട്ടെന്ന് വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ അടുത്ത നമ്മുടെ ഒരു കൊച്ചു വീഡിയോയിൽ നമുക്ക് കാണാം. അതുവരേക്കും എല്ലാവരും ഇത് ട്രൈ ചെയ്യുമെന്ന പ്രതീക്ഷയിൽ തന്നെ ഞാൻ വൈൻഡപ്പ് ആക്കട്ടെ. ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സപ്പോർട്ട്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത കൊച്ചു വീഡിയോ കാണാം. ബൈ.